ദോശമാവ് പൊന്തി പോകാതിരിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഇറക്കിയാൽ വെക്കണേ, അല്ലെങ്കിൽ ആ സ്ലാവ് മുഴുവൻ തുടക്കണ്ടേ. ഇത് സ്ലാവ് തുടക്കണ്ടല്ലോ, ആ പാത്രം മാത്രം കഴിക്കാൻ മതി. എല്ലാവരും ചെയ്യണത് അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇന്നിവിടെ ദോശയും സാമ്പാറും ഉണ്ട്, പിന്നെ ദോശയുടെ ഉള്ളിൽ ഫില്ലിങ്ങും കൂടി വെച്ചിട്ടാണ്ടതേ. ഒരുപാടൊന്നും വെക്കണില്ല, ഒരുപാടെങ്ങാനും വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ കിടക്കേണ്ടതേ. അതിനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ആയിരിക്കുന്നത്, ഒരുപാടായിപ്പോയെന്നും പറഞ്ഞു. അപ്പോൾ ദോശയും സാമ്പാറും ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ മസാല ദോശയുടെ ഫില്ലിങ്ങും കൂടി വെച്ചിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇസുവിന് സൂലാണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കഴിച്ചേക്കണം മസാല ദോശയുണ്ട്. എനിക്ക് ഭയങ്കര ഛർദിയായിരുന്നു. പുറത്ത് പോയാൽ ഞാൻ മസാല ദോശയെ വേണമെന്ന് പറയുള്ളൂ. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങോട്ട് വേഗം കഴുകിയിട്ട് ഇത്തമ്മനെ കൊണ്ടുപോയാക്കി. അതുവഴി നേരെ ഞാൻ കടയിലോട്ടാണ് കേട്ടോ പോയത്. കുറച്ച് അലാസ്റ്റിക്കും അതും ഇതൊക്കെ വാങ്ങാനുണ്ടായിരുന്നേ. സ്ഥിരം കയറുന്ന ഒരു കടയാണ് കേട്ടോ. അവിടെ നിന്നാണ് ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസും എല്ലാം വാങ്ങണത്. ആ നെയിൽ പോളിഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഉള്ള കളറാണ്, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ അത് വെച്ചു. പിന്നെ വീട്ടിൽ വന്നിട്ട് നേരെ തയ്ക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ വൈകുന്നേരത്തേക്ക് വേണ്ടി ഞാൻ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല, ഒരു 2:45 ആയപ്പോഴേക്കാളും സമൂസ എടുത്ത് കഴിക്കുകയാണ് ചെയ്തത്.